ലൈഫ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആവണല്ലോ. ചില ആൾക്കാർ കരിയർ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ റിലേഷൻ ശ്രദ്ധിക്കൂല, ചിലർ വെൽത്ത് ശ്രദ്ധിക്കൂല, ചിലർ ഹെൽത്ത്, ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കൂല. ഡിജിറ്റൽ ഏജ് ആണ്, കമ്മ്യൂണിക്കേഷൻ അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് കൂടുതൽ ബെറ്റർ ആക്കാം. ഇതൊരു ഡിജിറ്റൽ ഏജ് ആണ്. പിന്നെ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ കുറെ സ്ട്രഗിൾസും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൊരു സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാലമാണ്. കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ടുള്ള ഒരു കാലത്ത് തന്നെയും എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്ന ഒരു സാധനമാണ് ഡിവൈസ്. പക്ഷെ ഫാമിലി ലെവലിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ചില ഫാമിലീസിലൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രേഞ്ചേഴ്സ് ആയി പോകുന്നു, ഒരാളുടെ കാര്യം മറ്റേ അറിയുന്നില്ല. വീട്ടിനകത്താണെങ്കിൽ തന്നെയും ഭാര്യ ഭർത്താവും വേറെ വേറെ ഡിവൈസിലായിരിക്കും, ഒരേ റൂമിൽ തന്നെ ആയിരിക്കും, പക്ഷെ രണ്ട് വേൾഡിലായിരിക്കും. പുതിയൊരു വർഷം വരാൻ പോവാണ് 2026. ഓരോ വർഷം വരുമ്പോഴും പൊതുവെ ആളുകൾ എന്ത് ചെയ്യും, ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുതിയൊരു വർഷം എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പൊതുവെ നടക്കാറുണ്ട്. അതങ്ങനെ പ്ലാനിങ് നമ്മൾ സാധാരണ കാണുമ്പോൾ ഒരു സൈക്കിളായിട്ടാണ് കാണല്. അതായത് ഇപ്പോൾ നമ്മുടെ ഓരോ ഇപ്പോൾ വെൽത്ത്, ഹെൽത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കരിയർ എങ്ങനെയാണ്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു സൈക്കിൾ വെച്ചിട്ട്. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആവണല്ലോ. ചില ആൾക്കാർ കരിയർ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ റിലേഷൻ ശ്രദ്ധിക്കൂല, ചിലർ വെൽത്ത് ശ്രദ്ധിക്കൂല, ചിലർ ഹെൽത്ത്, ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കൂല. അപ്പൊ ഇതൊക്കെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ ഒരു സംഗതിയിലാണ് പൊതുവെ ആൾക്കാർ പ്ലാൻ ചെയ്യാറ്. പിന്നെ പൊതുവെ പക്ഷെ ഒരു ഫാമിലി പ്ലാനിങ് മീൻസ് പിന്നെ ഒരു ഫാമിലി ആയിട്ട് ആസ് എ ഫാമിലി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് കൂടുതൽ ബെറ്റർ ആക്കാം, നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൂടുതൽ പിന്നെ മനോഹരമാക്കാം, നമ്മുടെ പിന്നെ മൊത്തം എന്തൊക്കെ ചെയ്യാം അങ്ങനെ ഉണ്ടല്ലോ, അത് എങ്ങനെ സംഗതിയാക്കാം, അങ്ങനെയുള്ള ഒരു പ്ലാനിങ് പൊതുവെ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ പേഴ്സണൽ നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം, ഇൻഡിവിജ്വലി എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ള സംഗതികളാണ് പൊതുവെ കാണാറ്. അപ്പോൾ ഇപ്പോ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി ലൈഫിൽ എങ്ങനെ ഒരു പ്ലാനിങ് കാണുക, അങ്ങനെ ചെറിയൊരു ഐഡിയാസ് നമ്മൾ അല്ല ഫാമിലിയും നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഒരു വർഷത്തെ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളത് തന്നെ ഒരു ഭംഗിയുള്ള ഒരു കാര്യമാണ്. അപ്പോ പിന്നെ ശരിക്കും ഇതൊരു ഡിജിറ്റൽ ഏജ് ആണ്. പിന്നെ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ കുറെ സ്ട്രഗിൾസും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൊരു സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാലമാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു കാലത്തെ ഫാമിലി പിന്നെ നേരിടുന്ന സ്ട്രഗിൾ ചിലപ്പോൾ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡിജിറ്റൽ ഏജ് ആണ്, കമ്മ്യൂണിക്കേഷൻ അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. കാരണം നമുക്ക് ഏത് ദൂരത്തിരിക്കുന്നവരുമായിട്ടും വീഡിയോ കോളും കാര്യങ്ങളും. നമ്മുടെ പേരൻസ് ഒക്കെ പണ്ട് അവരുടെ എന്താ നമ്മുടെ ഉപ്പമാരൊക്കെ ഗൾഫിലായിരിക്കുമ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നടത്തിയ ബുദ്ധിമുട്ടുകളും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ടുള്ള ഒരു കാലത്ത് തന്നെയും എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ്. അപ്പം അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ തന്നെ ചില ഫാമിലീസിലൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രേഞ്ചേഴ്സ് ആയി പോകുന്നു, ഒരാളുടെ കാര്യം മറ്റേ അറിയുന്നില്ല, തമ്മിൽ കാണുന്നില്ല അല്ലെ. മക്കളുടെ ഒക്കെ ഡിവൈസ് നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്ന ഒരു സാധനമാണ് ഡിവൈസ്. പക്ഷെ ഫാമിലി ലെവലിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് വീട്ടിനകത്താണെങ്കിൽ തന്നെയും ഭാര്യ ഭർത്താവും വേറെ വേറെ ഡിവൈസിലായിരിക്കും, ഒരേ റൂമിൽ തന്നെ ആയിരിക്കും, പക്ഷെ രണ്ട് വേൾഡിലായിരിക്കും. അപ്പോൾ ശരിക്കും പുതിയൊരു വർഷം വരുമ്പോൾ അത് ശരിക്കും അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈലിൽ നോക്കി ഭക്ഷണം കഴിക്കുക, കാരണം എല്ലായിടത്തും പോകുമ്പോഴും മൊബൈല് കൊണ്ടുപോവുക. ശരിക്കും നമ്മുടെ ഇത് ഒരു ടൂളാണ്, നമുക്ക് എന്താണ് ഗ്രോ ചെയ്യാനും വളരാനും എല്ലാത്തിനും പറ്റിയ ഒരു ടൂളാണ്. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ ഒരു അവയവം പോലെ അല്ലെ, നമ്മുടെ കൈ പോലെ, കാല് പോലെ, കണ്ണുപോലെ, മൂക്ക് പോലെ ഒക്കെ എപ്പോഴും കൊണ്ട് നടക്കേണ്ട ഒരു സംഗതിയാണ് ഈ ഡിവൈസ് എന്നുള്ളൊരു തോന്നലുണ്ട്. ശരിക്കും അതിനെ ബ്രേക്ക് ചെയ്യണം. അപ്പം പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവും ഒരാൾ ഇന്ന് ഫോൺ വിളിച്ചിട്ട് ഭയങ്കര ഉച്ചത്തിരിങ്ങനെ സംസാരിക്കും. പക്ഷെ ഇത്രയും ആൾക്കാരുടെ നിശബ്ദത, സൈലൻസിനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്നും ഒരു ഹാബിറ്റ് ആവുക, ഒരു കൾച്ചർ. കാരണം ഇതൊരു നമ്മൾ നേരെ ഒരു ഡിജിറ്റൽ ഏജിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതിലൊന്നും ശ്രദ്ധയില്ലാതെ അതിൽ കുറച്ച് മാനേഴ്സുകൾ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റുള്ളവരുടെ സൈലൻസ്, നിശബ്ദത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഗതിയാണ്. അത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല. അപ്പൊ മറ്റുള്ളവന്റെ ഇതുണ്ടല്ലോ, ഇദ്ദേഹം കേൾക്കുകയും ഇദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്ന കാര്യം ബാക്കിയുള്ളവർ കേൾക്കേണ്ട കാര്യമില്ല. പിന്നെ അപ്പോ വീട്ടിൽ വരുമ്പോൾ ഈ ഡിവൈസ് പിന്നെ അതിന് ശരിക്കും ഒരു റൂള് കൊണ്ടുവരേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ പണ്ടൊക്കെ ഈ ലാൻഡ് ഫോണിന്റെ കാലത്ത്, ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞാൽ വെറും വിളിക്കാനുള്ള സാധനമായിരുന്നു. ഇന്നത്തെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഫോൺ എന്നാണ് പേരെങ്കിലും കോളിംഗ് വളരെ കുറവാണ്, ബാക്കിയുള്ള സംഗതി. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന് ശരിക്കും എന്താ പറയാ,
ഒരു ഡിവൈസിന് ഒരു റൂള് ആയിട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓരോ വീട്ടിലെയും സിറ്റുവേഷൻ ഡിഫറെന്റ് അതിനനുസരിച്ച് അവർ തന്നെ ആയിരിക്കും അത് പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പൊ ജോലി ഫാമിലി ടൈം കിട്ടാന്ന് പറഞ്ഞ സാധനം ശരിക്കും ഫാമിലി അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ അല്ലെ അതായത് ഒരു നിശ്ചിത സമയം മുതൽ ഇത്ര വരെ അത് ഫാമിലി ടൈം ആണ്. അപ്പൊ അത് എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ് എന്ന രീതിക്ക് അത് എല്ലാവരും മസ്റ്റായിട്ടും എന്താ പറയാ പരസ്പരം ഡെയിലി കാണുക എന്നുള്ളത് ശരിക്കും ഇപ്പൊ ഒരു റൂൾ കൊണ്ടുവരേണ്ട വരും നമുക്ക് വരികയാണ്. കാരണം കുട്ടികളുടെ ഒക്കെ കാര്യം നമുക്കറിയാം അവർ ലേറ്റ് നൈറ്റ് ഇപ്പൊ ഗെയിമിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ജോബ് ആയിക്കോട്ടെ എന്തോ കാര്യത്തിൽ അവർ ബിസിയാണ്. അവർ എണീറ്റ് വരുന്ന സമയത്ത് നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ടാവും, നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അവർ വീണ്ടും വർക്കിൽ കയറിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഫാമിലീസ് ഉണ്ട്. ശരിക്കും അപ്പൊ അത് ഓരോ ഫാമിലിയും ഡിഫറെന്റ് ആണ്. അപ്പൊ ശരിക്കും അവരെന്നെ ഇരുന്ന് എന്താണോ വർക്ക് ആവുക എന്നുള്ളത് നോക്കിയിട്ട് അവര് വീട്ടില് എല്ലാരും ഒന്നിച്ചുണ്ടാവുമ്പോ പരമാവധി കാരണം ജോലി ആവശ്യാർത്ഥമൊന്നും അല്ല എങ്കിൽ വെറുതെ സ്ക്രോൾ ചെയ്യാനാണ് എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും. അത് ശരിക്കും ഒരു റൂള് വീട്ടിന്റെ അകത്ത് ഇങ്ങനെ വേണം. അപ്പൊ സാധാരണ പഴയ ലാൻഡ് ഫോണിന്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് ഇരിക്കുകയാണല്ലോ, അത് എല്ലായിടത്തും ആ ഫോൺ നടക്കുന്നില്ല. അപ്പൊ വീട്ടിനകത്താണെങ്കിൽ പിന്നെ നമ്മൾ വേറെ എൻഗേജ്മെന്റോ ജോലി ആവശ്യാർത്ഥമൊന്നും ഇല്ലെങ്കിൽ ഒരു ലിവിംഗ് റൂമിലോ എവിടെ ഫോൺ വെക്കുക, പിന്നെ അവിടെ വന്നിട്ട് എടുത്തിട്ട് എന്തോ കാര്യം കഴിഞ്ഞ് അവിടെ തന്നെ തിരിച്ചു വെക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും പോകുമ്പോൾ ഇത് കൊണ്ടു നടന്നിട്ട് പിന്നെ നമ്മൾ വേറെ ഇതിലെങ്കിലും ആപ്പ് പോയി അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് അതിൽ സ്ക്രോൾ ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്റൻഷ്യൽ എന്ത് ചെയ്യേണ്ടി വരും. ഇതുപോലെ ഒരു സ്പേസിൽ ഒരു ലാൻഡ് ഫോൺ എങ്ങനെയാണോ കരുതുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് കരുതാൻ നിന്ന ഒരു പക്ഷെ അത് വർക്ക് ആവാൻ സാധ്യത ഉണ്ട് തോന്നുന്നു. അതുപോലെ എനിക്കൊന്ന് ചിലപ്പോ ചിലർ പറയുന്ന ന്യായങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയും നേരം ഞാൻ ജോലിയായിരുന്നു, ഇപ്പോഴാണ് ഞാനൊന്ന് റിലാക്സ് ചെയ്ത് ഇത് നോക്കുന്നത്. നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുക്കുന്നത് എങ്കിൽ പോലും ശരിക്ക് നമ്മൾ റിലാക്സ് ആവില്ല ചെയ്യുന്നത്. കാരണം പിന്നെ സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ഏതൊക്കെയോ മനുഷ്യന്മാര് അവരുടെ തെറിവിളി, അവര് പരസ്പരമുള്ള തല്ലുകൾ, നമ്മളുമായിട്ട് കണക്ട് ആവാത്ത ഏതൊക്കെയോ ആളുകൾ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ് ശരിക്കും കൂടുതൽ സ്ട്രെസ് നമുക്ക് തരികയാണ്. നമുക്ക് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഒന്നും ശരിക്കും നമ്മൾ എന്ത് ചെയ്യല്ല, നമ്മള് കൺസേൺ ചെയ്യുന്ന ഒരു കാര്യം പോലും ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് റിലാക്സ് നമ്മളെ ഇത് ബ്രെയിനൊക്കെ ആകെ എന്താ പറയാ വേറൊരു ലെവലിലേക്ക് പോകുമല്ലോ. കാരണം ഏതൊക്കെയോ മനുഷ്യന്മാർ തമ്മിൽ തല്ലുകൂടുന്നാണല്ലോ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. വേറെ ആരൊക്കെയോ നമ്മുടെ കാര്യം നല്ല ലൈഫ് ജീവിക്കുന്നു. പിന്നെ ഈ ന്യൂസ് ചാനലൊക്കെ കാണും, ചർച്ച കേൾക്കാന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഈ ന്യൂസ് ചാനൽ കാണുന്നത്. ശരിക്കും ചർച്ചയല്ല, ബഹളങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ന്യൂസ് വാർത്ത ന്യൂസ് പേപ്പർ എന്നൊക്കെ പറയുന്നത് അറിവ് കിട്ടാനുള്ളൊരു സാധനമായിട്ട് അതിൽ പരദൂഷണങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോ അറിവ് കിട്ടാനാണെങ്കിൽ എന്ത് അറിവാണോ കിട്ടേണ്ടത് അതിനെ ഫോക്കസ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോസും അറിവും നമുക്ക് കിട്ടും. പക്ഷെ ചാനൽ ചർച്ചകൾ എന്ന് പറയുന്നത് ശരിക്കും അത് അറിവല്ല, ശരിക്കും പറഞ്ഞ ബഹളങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അത് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടിക്കും. അത് ഓൺലൈനിലാണ് കാണുന്നതെങ്കിൽ പിന്നെ അതിന്റെ അടിയിലുള്ള തെറികളും നമ്മൾ വായിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അപ്പൊ ഡിവൈസുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു പ്ലാനിങ് ശരിക്കും വേണ്ടി വരും. എന്താണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ വീട്ടിൽ എത്ര സമയം നമ്മൾ പിന്നെ ഡിവൈസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധമുണ്ടോ, അപ്പൊ നമുക്ക് ഫാമിലി ടൈം കിട്ടുന്നുണ്ടോ എന്ന രീതിയിൽ അനലൈസ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മക്കളിൽ ഈ സാധനം അല്ലെങ്കിൽ ഈ ഡിവൈസ് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് അവരിൽ നമ്മളാണ് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് നടക്കുന്നത് വെച്ചാൽ കുട്ടികളെ ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർക്കൊരു ഡിവൈസ് കൊടുക്കും. അവരാണെങ്കിൽ ഇവരുടെ അൽഗോരിതത്തിന്റെ മുതിർന്ന ആളുകളുടെ അൽഗോരിതത്തിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, ഒരു 4-5 വയസ്സ് അല്ലെങ്കിൽ ഒരു 3-4-5 വയസ്സ്, ഈ ഓടി നടക്കുന്ന പ്രായം അല്ലെങ്കിൽ കാണുന്നതെല്ലാം വലിച്ചിടുന്ന ഒരു ഏജ്, അല്ലെങ്കിൽ നമ്മൾ പുറകെ ഓടേണ്ട ഒരു ഏജ് ഉണ്ടല്ലോ കുട്ടികൾക്ക്. ആ ഒരു ഏജിലുള്ള കുട്ടികളെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കൂടുതലും ഡിവൈസിൽ ഇരുത്താണ്. അതെ, പക്ഷെ അത് കുട്ടികളുടെ മാനസികവും ശാരീരികവും ഇപ്പൊ നമ്മൾ ഓരോരുത്തരത്ത് കേൾക്കുന്നുണ്ട്, പലയിടത്തും നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ കുട്ടികളിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള കല്യാണങ്ങളിലൊക്കെ പോയാൽ അറിയാം, നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇരുന്ന് വർത്തമാനം പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അതപ്പോ അവിടെ ഒതുങ്ങിയിരുന്നോളൂ. അപ്പം അത് നമ്മൾ സീരിയസ് ആയിട്ട് കുട്ടികളിലേക്കും ആ ഒരു ഹാബിറ്റ് എങ്ങനെ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത്, ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ലൈഫിലും നമ്മുടെ ആസ് എ ഫാമിലി എങ്ങനെയാണെന്നുള്ളതും ഫസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ, ആദ്യം പിന്നെ ഒരു 2026 ന്യൂ ഇയർ റെസൊല്യൂഷൻ കാണുമ്പോൾ അതിൽ ഡിവൈസ് എങ്ങനെ കൃത്യമായി യൂസ് ചെയ്യാം, പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാം, മക്കളെ അതെങ്ങനെ, കുട്ടികൾക്കാണെങ്കിലും നല്ല സംഗതികൾ അത് റിസർച്ച് ചെയ്യേണ്ടി വരും. പേരൻസ് റിസർച്ച് ചെയ്യണം എന്താണ് കുട്ടിക്ക് കൊടുക്കേണ്ടതെന്നുള്ളൊരു സംഗതി പേരൻസ് എന്ത് ചെയ്യണം, കൊടുക്കുന്ന ടൈമിനെ പറ്റി കൺസേൺ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഇത്ര സമയം അതിനപ്പുറത്തേക്ക് പോവാതെ നോക്കണം. കൊടുക്കുന്നത് എന്താണെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യണം. പിന്നെ എത്ര സമയം എന്നുള്ളൊരു സംഗതി കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ
ഡിവൈസ് അല്ലെ, ഡിവൈസിനെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാന്നുള്ളൊരു സംഗതിയാണ് നമ്മുടെ ഫാമിലിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ. കാരണം ഒരു ലോങ് ടൈമിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റൂമിലായിരിക്കും, അവര് ചിലപ്പം ഉറങ്ങുന്നത് രണ്ടുപേരുടെ ഡിവൈസ് സ്ക്രോൾ ചെയ്ത് അങ്ങനെ ഉറങ്ങി പോകുന്ന. പക്ഷെ ഇതൊരു ലോങ് റണ്ണിൽ ഒരുപക്ഷെ അവരുടെ റിലേഷനെ ഏത് രീതിക്കാണ് ബാധിക്കാന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പൊ അതിന് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഒരു ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പൊ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാല് ഒരു പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഗതി, ഇങ്ങനെ നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ അറിയുമ്പോൾ അവർ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ട്രാൻസ്പെറൻസി ഇല്ല ഈ ഫിനാൻസിന്റെ കാര്യത്തിൽ. ഇപ്പോൾ വീട്ടില് വരവ് എങ്ങനെയാണ്, ചെലവ് എങ്ങനെയാണ് എന്നുള്ളൊരു സംഗതിയൊക്കെ. അപ്പോൾ പിന്നെ അത് ഭർത്താവ് സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഭാര്യയ്ക്ക് അറിയില്ല, ഭാര്യയുടെ ഒരു സംഗതി ഭർത്താവിനും അറിയില്ല, രണ്ടുപേരും ഏൺ ചെയ്യുന്ന അങ്ങനെ ആവുമ്പോഴും ഇതൊരു ഇഷ്യൂ ആയിട്ട് പലപ്പോഴും വരാറുണ്ട്. ഇപ്പം ഹസ്ബൻഡ് മാത്രം ഏൺ ചെയ്യുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ജനറലി ഇപ്പൊ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. എന്നാലും നമ്മൾ കാണുന്ന ഒരു ഫാമിലിയുടെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഞാനല്ലേ സമ്പാദിക്കുന്നത്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. പിന്നെ സ്ത്രീകൾക്ക് എന്ത് അറിയില്ല, പൈസ കൈകാര്യം ചെയ്യേണ്ട അറിയില്ല, ഇവർക്ക് എത്ര കടമുണ്ടെന്നോ ഇവർക്ക് എവിടെയൊക്കെ ഇടപാടുണ്ടെന്നോ ഒന്നും ആരറിയുന്നുണ്ട്. ചിലപ്പം എത്രയാണ് ഇവരുടെ ഇൻകം എന്നുള്ളത് പോലും സ്പെസിഫിക് ആയിട്ട് അറിയുന്നുണ്ട്. അപ്പൊ ഒരാൾ ചിലയിടത്തുണ്ട് പിന്നെ വൈഫിനെ ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ എന്ത് ചെയ്യും, ഞാൻ ടെൻഷൻ അടിച്ചോളാം. ശരിക്ക് ഫാമിലി ആകുമ്പോൾ ടെൻഷൻ രണ്ടാളും അടിക്കണം. പിന്നെ പരസ്പരം ഷെയർ ചെയ്യണം പ്രശ്നങ്ങൾ എന്താണ്, കടങ്ങളുണ്ടോ, എന്നാലാണ് നമുക്ക് പിന്നെ ചെലവുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വീടിന്റെ അവസ്ഥ, എത്ര കടം ഉണ്ട്, അല്ലെങ്കിൽ കടം വീട്ടാൻ എന്താണ് വഴി, പിന്നെ അത് പരസ്പരം ഡിസ്കസ് ചെയ്യുക. അത് മക്കൾ അറിയണം. മക്കളിപ്പോ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഭയങ്കര ആഘോഷങ്ങളായിട്ട് എല്ലാം ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്സ് എന്തോ ചെയ്യുന്നു അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും കുട്ടിക്ക് എന്തല്ല, അവര് വാശി പിടിക്കും, എനിക്ക് ഇന്നെ ചെയ്യണം, ഇന്ന വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പേരൻസിനോട് എന്ത് ചെയ്യും. പക്ഷെ ഈ ഫിനാൻഷ്യൽ സ്ട്രഗിളുകൾ എന്താണെന്നുള്ളത് പരസ്പരം എനിക്ക് അത് പരസ്പരം സംസാരിക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളോട് പറയണം ഇന്ന പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ സംഗതി മറ്റ് ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലാക്കും. ഇപ്പൊ പല ആളുകളും എന്ത് ചെയ്യാണ്, അതിന് പറയും കമ്പാരിസൺ ട്രാപ്പ് എന്ന് പറയും. മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അതുപോലെ നമുക്കും ചെയ്യണം എന്ന് വരുമ്പോ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന് ശരിക്കും വേണ്ടി വരും എല്ലാവരും ഒന്ന് ഒന്നിച്ചിരുന്നിട്ട് ഫിനാൻഷ്യൽ പരസ്പരം ഓരോ ഇത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിന്നെ എന്താണ് ഓൺലൈൻ പർച്ചേസിങ്, സൂപ്പർ മാർക്കറ്റ് കൾച്ചർ, ഇതൊക്കെ വരുമ്പോൾ പിന്നെ നമ്മുടെ എന്താണ് കൺസ്യൂമിങ് ഈ സാധനങ്ങൾ കൂടാണ്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ വേണ്ടാണോ നീടാണോ എന്നുള്ളതൊന്നും നോക്കാതെ എന്ത് ചെയ്യും, സാധനങ്ങൾ പർച്ചേസ് കാണുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പം അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്ന എന്താ പറയാ, ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതായത് വീട്ടിലെ കാര്യങ്ങൾ ഇപ്പൊ സ്ത്രീകളുടെ ഒരു പക്ഷത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ട്രാഡ് വൈഫ് കൾച്ചർ എന്ന് പറയാമല്ലോ. അപ്പം അവര് കൂടുതലും ഇങ്ങനെ കിച്ചൺ അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫ് ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ കാണുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂംസ്, അവരുടെ ബെഡ്, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക ഇസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ വീട് അത്ര കളർഫുൾ അല്ല, നമ്മുടെ ലൈഫ് അത്ര കളർഫുൾ അല്ല. അപ്പം ഇതൊക്കെയും എന്താ പറയാ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ സ്ട്രെസ് വരുത്തുന്നുണ്ട്. അത് പാർട്ട്നേഴ്സിനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ വെച്ചാൽ ആളുകൾ കമ്പയർ ചെയ്യുന്നത് വേറെ, ഇപ്പോ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഒരു പളവളപ്പുള്ള ലൈഫ് കണ്ടിട്ട് അതുപോലെ അത് കണ്ടിട്ട് പിന്നെ അതാണ് ലൈഫ്, അപ്പൊ എന്റെ ലൈഫ് ഭയങ്കര മോശമായി പോയി എന്നൊരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാവും. ഇത് ശരിക്കും പിന്നെ ആളുകൾ കമ്പയർ ഇങ്ങനെയുള്ള, കാരണം ഓരോരുത്തരുടെ ലൈഫും വ്യത്യസ്തമാണ്. പിന്നെ അതിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്ട്രഗിൾ ആവും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളും എന്താ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈഫ് പ്ലാനും സംഗതികളാണല്ലോ കാണേണ്ടത്. അപ്പൊ ശരിക്കും അതിന് കമ്പാരിസൺ ട്രാപ്പ് എന്നാണ് പറയുക. ഇങ്ങനെ ബാക്കിയുള്ള ആളുകളായിട്ട് ശരിക്കും കമ്പയർ ചെയ്യേണ്ട ആരായിട്ടാണ്, എന്റെ ഇന്നലത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിൽ എന്ത് ഗ്രോത്ത് ആണ് ഉള്ളത്, അതെങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള കാരണം ഓരോരുത്തരുടെയും അവസ്ഥകളും ലൈഫും വ്യത്യസ്തമാണ്. നമുക്ക് ഒരു സാധനം അപ്പുറത്തുനിന്ന് വേറെ എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് ബാക്കിയുള്ള ആളുകളുടെ ലൈഫിന്റെ ഒരു സാധനം ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യും, അത് ഇങ്ങോട്ട് പകർത്താൻ നോക്കുക എന്നുള്ളപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു സാധനം ഇല്ലാതെ തന്നെ നിന്ന് കഴിഞ്ഞാൽ വളരെ സ്വസ്ഥമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഹസ്ബൻഡ് മാത്രം ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാൾ മാത്രം ഏൺ ചെയ്യുന്ന ഫാമിലിയുടെ കാര്യം പറഞ്ഞു. ഇപ്പം അതേപോലെ രണ്ടുപേരും ഏൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന്, എന്റെ പൈസ ആണല്ലോ, അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് എങ്ങനെയും ജീവിക്കും. ഹസ്ബൻഡ് പൈസ ആണല്ലോ, അപ്പം അവരങ്ങനെ ചെലവെക്കും. പക്ഷെ ഇതൊരു കമ്പൈൻ ചെയ്തിട്ട് എന്ന് വെച്ചിട്ട് ചിലയിടത്ത് നമുക്ക് കാണാം
വൈഫ് സാലറി കിട്ടി എല്ലാം തന്നെ ഹസ്ബൻഡ് അടുത്ത് എത്തിയിട്ട് പിന്നെ ഓരോ 5 രൂപയും 10 രൂപയ്ക്കും വേണ്ടി കൈ നീട്ടുന്ന ആൾക്കാർ അതുകൊണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർ, എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിയുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അവര് രണ്ടുപേരും കൂടെ ഫിനാൻഷ്യൽ ഡിസിഷൻസിൽ ഇൻക്ലൂഡ് ആവുക എന്നുള്ളതാന്ന് തോന്നുന്നു. അതിനുള്ള റൈറ്റ് നമുക്ക് കുറെ തരാം അല്ലെ, സ്ത്രീകൾക്ക് അങ്ങനത്തെ വലിയ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ റൈറ്റ് ഉള്ള. ശരിക്കും അത് പരസ്പരം ഒന്ന് അറിഞ്ഞ് പരസ്പരം ഷെയർ ചെയ്ത് ഒരു എന്താ പറയാ സുതാര്യമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ശരിക്കും അതും എന്തെങ്കിലും ഫാമിലി ടൈം ആയിട്ട് മാറും. പരസ്പരം ആലോചിച്ചും ചിന്തിച്ചും അത് ഡിസ്കസ് ചെയ്യണമെങ്കിലും ഈ ഡിവൈസ് ഫ്രീ ടൈം നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങള് ഫിനാൻസ് അതുപോലെ പിന്നെ അതിലൊരു സുതാര്യത ഉണ്ടാവുക, പിന്നെ ഫാമിലി ടൈം കിട്ടുക എന്നുള്ളതാണ്. പരസ്പരം എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യണമെങ്കിലും ഉണ്ടല്ലോ ഒരു ഫാമിലി ടൈം കിട്ടുക എന്നുള്ളൊരു സംഗതിയാണ്. അതൊരു 2026 തന്നെ ഒരു വലിയൊരു സംഗതിയായിട്ട് ഈ രണ്ട് സംഗതികൾ വെച്ചാൽ തന്നെ ഒരുപാട് ഫാമിലി ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഇത് കണ്ടു വളരുന്ന കുട്ടികൾക്ക് അവരുടെ ലൈഫിലും ഇത് നല്ലതായിട്ട് പരസ്പരം ഒന്ന് ചർച്ച ചെയ്ത് എല്ലാവരും സംസാരിച്ച്, അതായത് ചെറിയ കുട്ടികളെ വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഫിനാൻസ് ആയാലും എന്തായാലും അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേ ഉള്ളൂ. നമ്മളെപ്പോഴും ഫാമിലി ആകുമ്പോൾ അവരെയും കൂടെ ആസ് എ പേഴ്സൺ നമ്മൾ കാണണം. കാര്യം അവരുടെ ഡിസിഷൻസ് തെറ്റാകുമ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കണം, അതൊക്കെ ഓക്കെ. പക്ഷെ ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ അവരെയും പരിഗണിച്ച് എല്ലാ കാര്യങ്ങളും അവരും അറിയണം, പിന്നെ വീട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും അതിനെ നമുക്ക് എങ്ങനെ കൂടുതൽ ചെയ്യാന്നുള്ള എല്ലാ ചർച്ചയിലും ഇത് വരുമ്പോ പെട്ടെന്ന് ഒരു 10, 20, 21 വയസ്സായിട്ട് പെട്ടെന്ന് പിടിച്ച് കല്യാണം നേരെ ഒരു ഫാമിലി ലൈഫ് വേറെ ഒരു ലൈഫിലേക്ക് കൊണ്ടിടുന്നതിലും അതെ അങ്ങനെയാണല്ലോ സാധാരണ നമ്മളൊക്കെയും കടന്നു വന്നൊരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ രണ്ട് സംഗതിയാണ് ഇപ്പൊ പിന്നെ 2026 ബന്ധപ്പെട്ട് ഫാമിലി ഇതിൽ വരുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ഏരിയാസും ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോകും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ജസ്റ്റ് ഒരു ടോക്ക് എന്നുള്ള ആൾക്ക് പറയാനുള്ളത്. ശരി, താങ്ക് യു.